ഒരു ദിവസവും ഏകാന്തമായ ഒരു സാധനമല്ല. ഒരു ദിവസവും മാർക്സിസം 200 തരം മാർക്സിസം ഉണ്ട് ഇപ്പോൾ. എത്ര തരം ഗാന്ധിസം തന്നെയാണ് ഉള്ളത്. ഇസങ്ങളൊന്നും ഏകാന്തങ്ങളല്ല, അതെല്ലാം ലോകാന്തങ്ങളാണ്. ഒരു ഇതുപോലെ തന്നെ മോഡേണിസം അതുപോലെ തന്നെ. മോഡേണിസം ഒരു ബഹുവചനമാണ്, അതൊരിക്കലും ഒരു ഏകവചനമല്ല. അതിൽ ഏതിൻ്റെ ചുവന്ന വല എന്ന് പറഞ്ഞാലും അത് ശരിയാവില്ല. അസ്തിത്വത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ശരിയല്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ചുവന്ന ഒരു ഭാവുകത്വത്തിൻ്റെ വിപ്ലവ പ്രതീക്ഷയുടേത്, വിമോചനോന്മുഖമായ ഒരു ചരിത്ര പരിണാമത്തെ സംബന്ധിച്ച ഐഡിയോളജിക്കൽ കൺവിക്ഷനുള്ള ഒരു ആധുനികത വരികയാണ് ചെയ്യുന്നത്. അത് വാലിലല്ല, അത് ആത്മാവിലുള്ള ഒരു ഉത്ബുദ്ധതയാണത്. ഒരു ഐഡിയോളജിക്കൽ കൺവിക്ഷനാണ് ഈ ചുവപ്പെന്ന് പറയുന്നത്. അന്ന് നമ്മളൊക്കെ ശരിക്കും മാർക്സിസ്റ്റുകളാണ്. മാർക്സിസ്റ്റ് വെച്ചാൽ ആ ക്ലാസിക്കൽ EMSൻ്റെ പാർട്ടിയിലൊന്നും പെടുന്നവരല്ല. പക്ഷെ മറിച്ച് മാവോയിസത്തിൻ്റെയും കൂടുതൽ സായുധ വിപ്ലവത്തിൻ്റെയും ഭാഗത്ത് നിൽക്കുന്ന ഒരു മാർക്സിസം ആ കാലത്ത് വളരെ സജീവമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്രഷനായിരുന്നു നക്സൽ ബാരികളിലും മറ്റും വന്നത്. അതിനോട് നമുക്കൊക്കെ വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പോലും നമ്മൾ അനുഭാവപരമായിട്ട് ഒരു മാവോയിസ്റ്റ് അനുഭാവത്തിലേക്ക് നമ്മൾ പലപ്പോഴും വലിച്ചടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഈ ചുവപ്പെന്ന് പറയാവുന്ന ഒരു കാര്യം. പക്ഷെ അപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ദൂതനല്ലാതെ, ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ദൂതനല്ലാതെ ഏത് ബ്രഷുണ്ട്, ഏത് വർണ്ണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുവപ്പ് നിറത്തിന് പോലും ഏതെങ്കിലും ഒരു പൗരാണികനായിട്ടുള്ള ഏതെങ്കിലും ഒരു നരബലി ഇഷ്ടപ്പെടുന്ന ഒരു പഴയ ദുർമന്ത്രവാദിയുടെയോ പിശാചിൻ്റെയോ സാത്താൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒരു പഴയ ഒരു ഹിംസാത്മക സ്വത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ ചുവപ്പിന് വേണേൽ മാറാം. അപ്പം ആ ചുവപ്പിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ തന്നെ അതിനെ വിമർശിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ ഞങ്ങൾ സമ്പൂർണ്ണമായ വിമോചന മാലാഖയായിട്ടൊന്നും കണ്ടിട്ടില്ല.